ഇന്നലെയാണ് കേന്ദ്ര നിയമമന്ത്രി കേരളത്തിലേക്ക് വന്ന മുനമ്പൻ നിവാസികളെ കണ്ടത്. അവർ പ്രതീക്ഷിച്ച ഒരു ശുഭവാർത്ത അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ സിറോ മലബാർ സഭയുടെ പ്രതികരണം ആ വിഷയത്തിൽ വരുന്നുണ്ട്, കേൾക്കാം. 610ഓളം വരുന്ന കുടുംബങ്ങൾ അവിടെ നിന്നും കുടിയിറക്കപ്പെടാൻ പാടില്ല എന്നുള്ള സുചിന്തിതമായ തീരുമാനം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആ തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ല, ഈ അവകാശം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യാശ നൽകുന്ന കാര്യവുമാണ്. ലീഗൽ ബാറ്റിൽ മുന്നോട്ട് പോകുന്നുള്ളത് മാത്രമാണല്ലോ കാര്യം. അവിടെയും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് വഴി? നിയമപരമായല്ലേ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിയമപരമായി തന്നെ നമ്മൾ മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മൾ തുടരുകയും ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങളിൽ അല്പം കൂടെ ഇച്ഛാശക്തിയോടുകൂടെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്ന ഈ നിയമ ഭേദഗതിയോട് സംസ്ഥാന ഗവൺമെന്റും അല്പം കൂടെ ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് വഖഫ് ട്രൈബ്യൂണലിന്റെ മേലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യതയോടുകൂടെയുള്ള നിലപാടുകൾ എടുത്ത് രാഷ്ട്രീയ നേതൃത്വം മുൻപോട്ട് വരണം, ഭരണ നേതൃത്വം മുൻപോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പറയുന്നത് സഭാ നേതൃത്വം ഈ ബില്ല് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നിയമത്തിൽ ചട്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്നാണ്. എങ്കിൽ ഏത് ചട്ടമാണ് മുനമ്പത്ത് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? കാര്യം നിലവിൽ പറയുന്നത് അപ്പീൽ നൽകാനുള്ള അധികാരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പീൽ നൽകുന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഏത് ചട്ടമാണ് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, ഒരു ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡീലുകൾ സാധാരണഗതിയിൽ ട്രസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ടാണ് ടാക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബോർഡിന്റെ കീഴിലുള്ളവയാണെങ്കിൽ, വഖഫ് ബോർഡിന്റെ കീഴിലുള്ളതാണെങ്കിൽ അത് വഖഫ് നിയമങ്ങൾ അനുസരിച്ചാണ് ടാക്കിൾ ചെയ്യപ്പെടേണ്ടത്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഫറൂഖ് കോളേജിന്റെ അധികൃതർ ഒരു ട്രസ്റ്റ് ഡീലാണ് നടത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ട്രസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്ന തരത്തിലാണ് ഈ ലാൻഡ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ആ ഒരു അവകാശം വെച്ചുകൊണ്ട് മുൻപോട്ട് നിയമ പോരാട്ടത്തിലൂടെ ഇതിന്റെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പ്രതീക്ഷിച്ച ഒരു ശുഭവാർത്തയാണ് കേന്ദ്ര നിയമമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ അത് ഇന്നലെ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, ഈ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് അംഗീകരിച്ച രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടുന്നതോടുകൂടി ഇതിന് പൂർണ്ണമായും പരിഹാരം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. അതിനകത്ത് തന്നെയും കേന്ദ്രമന്ത്രി നേരിട്ട് വന്ന് മുനമ്പത്ത് വന്ന് സംസാരിക്കുകയും സഭാ നേതാക്കളെയൊക്കെ കാണുകയും ഒക്കെ എല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു ഇതിന് ഇനിയും നിയമപരിഹാരം കോടതിയിലൂടെ തേടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സഭയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായ പ്രതികരണം അവർക്ക് ഇതിനകത്ത് തൃപ്തിയില്ല എന്നുള്ളത് അത്തരത്തിലുള്ള പ്രതികരണം തന്നെ പ്രതീക്ഷിച്ചതാണ്. അതാണ് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.